വിദ്യാർത്ഥികൾക്കും പുതിയൊരിലേക്ക് സ്വാഗതം. +1 പബ്ലിക് എക്സാം റിസൾട്ട് 2026 റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ അതിൻ്റെ റീവാലുവേഷൻ, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടണി എന്താണ്, എന്തൊക്കെ ബെനിഫിറ്റുകളാണ് ഇവയിലൂടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്, അതുപോലെ തന്നെ എന്താണ് റീവാലുവേഷൻ, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടണിയൊക്കെ കൊടുക്കുന്നുണ്ട് കാര്യമുണ്ടോ, എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക എന്നുള്ള ഡീറ്റെയിൽഡ് വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് തന്നെ പോകാം. ആദ്യമായി ഡിജിറ്റൽ കാണുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളുടെയൊക്കെ തീർച്ചയായും പഠിക്കട്ടെ, പറക്കട്ടെ, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായ ദൃശ്യത്തിലേക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രധാനമറിയുന്ന വാർത്തയിൽ കിടക്കാം. +1 പബ്ലിക് എക്സാമിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നിങ്ങളൊക്കെ റിസൾട്ട് നോക്കിയിട്ടുണ്ടാവും. ഇനി റീവാലുവേഷൻ, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടണിയുമായി ബന്ധപ്പെട്ട് അത് കൊടുക്കുന്നത് കൊണ്ട് കാര്യമുണ്ടോ, അതുപോലെ തന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം എങ്ങനെ ഫില്ല് ചെയ്യാമെന്നുള്ള ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ച് ലെങ്ത് ആകും എന്ന് തോന്നുന്നു, പക്ഷേ മാക്സിമം ഞാൻ ഈ വീഡിയോ ചുരുക്കാൻ ശ്രമിക്കാം. എന്ന് വെച്ച് നമുക്ക് മുഴുവൻ കാര്യങ്ങളും വിദ്യാർത്ഥികളെ അറിയിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് സ്പീഡ് കൂട്ടി ഈ വീഡിയോ കാണുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. മാക്സിമം ഞാൻ ചുരുക്കാൻ ശ്രമിക്കാം കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് കാര്യത്തിലേക്ക് തന്നെ കിടക്കാം. ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ റീവാലുവേഷൻ, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടണിയൊക്കെ കൊടുക്കുന്നുണ്ട് കാര്യമുണ്ടോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഇവ എന്താണെന്നറിയണം. എന്താണ് റീവാലുവേഷൻ, എന്തൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ്, അത് നമ്മളിപ്പം റീവാലുവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്, ഫോട്ടോ കോപ്പി കൊടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം നടക്കും, സ്ക്രൂട്ടണി കൊടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം നടക്കും എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അറിയണം. റീവാലുവേഷനിലേക്ക് നമ്മൾ പോകുമ്പം ഇതിപ്പം ചുരുക്കി പറഞ്ഞൊരു ക്ലാസ് എടുക്കുന്ന പോലെ ആയി പോവുകയാണ് എന്നെനിക്ക് തോന്നി. ഇപ്പം ടീച്ചേഴ്സ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഉപ്പു സത്യാഗ്രഹം അല്ലെങ്കിൽ ദണ്ഡി യാത്ര എന്നൊക്കെ പറഞ്ഞ് ക്ലാസ് എടുക്കുന്ന പോലെ ആവും എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. എന്നാലും നമുക്ക് കിടക്കാം. റീവാലുവേഷൻ ഇപ്പം റീവാലുവേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഫീസ് 500 രൂപയാണ്. ഒരു കുട്ടി റീവാലുവേഷൻ, ഒരു പേപ്പർ റീവാലുവേഷൻ കൊടുക്കണ 500 രൂപയാണ്. ഈ 500 രൂപ കൊടുത്തൊരു പേപ്പർ, ഒരു വിഷയം റീവാലുവേഷന് കൊടുക്കുമ്പം എന്തെല്ലാം കാര്യങ്ങളാണ് കിട്ടുന്നത്? റീവാലുവേഷൻ കൊടുക്കുന്ന പറയുകയാണെങ്കിൽ നിങ്ങളുടെ പേപ്പർ വീണ്ടും ചെക്ക് ചെയ്യാൻ നിന്ന്, അതായത് ഇപ്പം നിങ്ങളുടെ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഇംഗ്ലീഷ് എന്ന വിഷയത്തിൻ്റെ പേപ്പറിന് ഇപ്പോൾ റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് 30 മാർക്കാണ് കിട്ടിയത്. 30 മാർക്കാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ കിട്ടിയത്. 80 മാർക്കിൻ്റെ എക്സാമിൽ 30 ആ കുട്ടി ഏൺ ചെയ്തു. പക്ഷെ ആ കുട്ടിക്ക് തോന്നിയാണ്, ഞാൻ 30 മാർക്കിൻ്റെ അല്ലല്ലോ, കുറച്ചും കൂടിയൊക്കെ മാർക്കിൻ്റെ എഴുതിയിട്ടുണ്ട്, ഒരു 40 അല്ലെങ്കിൽ 45 മാർക്കിൻ്റെയൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് എന്ന ആ സ്റ്റുഡൻറ്റിന് തോന്നുകയാണ്. തൻ്റെ മാർക്ക് ഇൻക്രീസ് ആകും, നോക്കിയ അധ്യാപകൻ്റെ മിസ്റ്റേക്ക് കാരണമാണ് തനിക്ക് ഈ 30 മാർക്ക് വന്നത്, എനിക്ക് കുറച്ചും കൂടെ കൂടുതൽ കിട്ടാനുള്ള യോഗ്യതയുണ്ട്, ഞാൻ അത്രമാത്രം ആ പേപ്പറിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഗ്യാരണ്ടി നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ റീവാലുവേഷൻ കൊടുക്കണമെന്ന് ഞാൻ പറയുള്ളൂ. തീർച്ചയായും നിങ്ങൾ റീവാലുവേഷൻ കൊടുക്കും. കാരണം ആദ്യം നോക്കിയ അധ്യാപകൻ അല്ല നിങ്ങളുടെ പേപ്പർ റീവാലുവേഷൻ ചെയ്യുമ്പോൾ നോക്കുന്നത്, മറ്റൊരു അധ്യാപകരാണ്. അതായത് നിങ്ങളുടെ ഏത് അധ്യാപകൻ നോക്കിയപ്പോഴാണോ 30 മാർക്ക് വന്നത് അയാളല്ല ഇനി പേപ്പർ നോക്കുന്നത്, മറ്റൊരാളാണ് പേപ്പർ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ്, അത് കൂടാനുള്ള സാധ്യതയും അവിടെ കൂടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ. പിന്നെ റീവാലുവേഷനിലുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റാണ് 8 മാർക്ക് കൂടിയാൽ, 80 മാർക്കിൻ്റെ എക്സാമിൽ 8 മാർക്കും 60 മാർക്കിൻ്റെ എക്സാമിൽ 6 മാർക്ക് കൂടിയാൽ നിങ്ങൾക്ക് എമൗണ്ട് റീഫണ്ട് കിട്ടും. ഇപ്പോൾ 80 മാർക്കിൻ്റെ ഇംഗ്ലീഷ് എക്സാമിൽ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് 30 മാർക്ക് കിട്ടി, 38 അല്ലെങ്കിൽ അതിന് മേലേക്കോ കൂടുകയാണെങ്കിൽ, 38 അല്ലെങ്കിൽ അതിന് മേലേക്കോ നിങ്ങൾക്ക് മാർക്ക് ഇൻക്രീസ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് എമൗണ്ട് റീഫണ്ട് കിട്ടും. ഇപ്പോൾ 80 മാർക്കിൻ്റെ എക്സാമിൽ 30 കിട്ടി, ആഫ്റ്റർ റീവാലുവേഷൻ 38 അതിന് മേലേക്ക് പോയി, അങ്ങനെയെങ്കിൽ നിങ്ങൾ അടച്ച പൈസ നിങ്ങൾക്ക് റീഫണ്ടായി ലഭിക്കും. ഇനി അതുപോലെ തന്നെ 60 മാർക്കിൻ്റെ എക്സാമാണ് നിങ്ങൾ എഴുതിയത്, അതിൽ നിങ്ങൾക്ക് 30 മാർക്ക് കിട്ടി, നിങ്ങൾ റീവാലുവേഷൻ കൊടുത്തതിന് ശേഷം 36 അതിന് മേലേക്കോ കൂടുകയാണെങ്കിൽ നിങ്ങൾക്ക് അടച്ച പൈസ റീഫണ്ട് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് അതിനെ റിക്വസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നു ഉള്ളവരും ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഇനി സ്ക്രൂട്ടണി എന്താണ്? സ്ക്രൂട്ടണി എന്ന് പറയുന്നത് 100 രൂപയാണ് ഇതിനായി ഈടാക്കുന്നത്. ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് 100 രൂപയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരു വിഷയം സ്ക്രൂട്ടണിയിലേക്ക് മേടിക്കുന്നത്. അപ്പം ഇങ്ങനെ 100 രൂപ ഒരു വിദ്യാർത്ഥി ഒരു വിഷയത്തിന്, ഇപ്പോൾ ഇംഗ്ലീഷ് എന്ന വിഷയത്തിന് സ്ക്രൂട്ടണിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ
ഈ 100 രൂപ കൊടുക്കുന്ന വിദ്യാർത്ഥിക്ക് എന്തൊക്കെ ബെനിഫിറ്റുകളാണ് അവിടെ കിട്ടുന്നത്? പ്രത്യേകിച്ച് എന്ത് കിട്ടുന്നത്? ആ മാർക്കൊന്ന് കൂട്ടി നോക്കും, അത്രയേ ഉള്ളൂ. ആ 100 രൂപ കൊടുത്ത് സ്ക്രൂട്ടണി ചെയ്ത് കഴിഞ്ഞാൽ ആ മാർക്കൊന്ന് കൂട്ടി നോക്കും, അത്ര മാത്രമേ ചെയ്തു. മാർക്കൊന്ന് കൂട്ടി നോക്കും, അത്രയേ അവിടെ സംഭവിക്കുള്ളൂ. അതായത് ഇപ്പം നമ്മൾ കൂട്ടാറില്ലേ, 2, 4, 6, 8, 2, 4, 6, 8, 10, 2, 4, 6, 8, 10 എന്നിങ്ങനെ നിങ്ങളുടെ കൂട്ടിയ മാർക്കിൽ മാർക്ക് കൂട്ടിയ സമയത്ത് എന്തെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടോ? ഇട്ട മാർക്കിൽ അത് മാർക്ക് കൂട്ടിയിട്ടപ്പോൾ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടോ എന്ന് മാത്രമാണ് സ്ക്രൂട്ടണിയിലൂടെ ചെക്ക് ചെയ്യപ്പെടുന്നത്. 100 രൂപ കൊടുത്ത് ഇംഗ്ലീഷ്, ഇപ്പോൾ ഒരു കുട്ടി ഇംഗ്ലീഷ് എന്ന വിഷയം 100 രൂപ കൊടുത്ത് സ്ക്രൂട്ടണിക്ക് അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? ഒരു വിദ്യാർത്ഥി സ്ക്രൂട്ടണിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥിയുടെ മാർക്കൊന്ന് കൂട്ടി നോക്കുക മാത്രമാണ് അവിടെ ചെയ്യുന്നത്, അല്ലാതെ വേറെ ഒന്നും അവിടെ സംഭവിക്കുന്നില്ല. എന്താണ് ഫോട്ടോ കോപ്പി? എനിക്ക് അതിൻ്റെ ബെനിഫിറ്റ് എന്താണ്? ഫോട്ടോ കോപ്പിക്ക് 300 രൂപ വേണം. ഒരു വിഷയം ഫോട്ടോ കോപ്പി എടുക്കണമെങ്കിൽ 300 രൂപ വേണം. ഫോട്ടോ കോപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ കോപ്പി നിങ്ങളുടെ കയ്യിൽ കിട്ടും. നിങ്ങൾ എഴുതിയ പരീക്ഷയുടെ പേപ്പറിൻ്റെ കോപ്പി നിങ്ങളുടെ സ്കൂളിൻ്റെ അഡ്രസ്സിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അഡ്രസ്സിലേക്കോ അവർ അയച്ചു തരും. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പരീക്ഷാ ഭവൻ നിങ്ങൾക്ക് അയച്ചു തരും. ഒന്നെങ്കിൽ നിങ്ങളുടെ സ്കൂളിൻ്റെ അഡ്രസ്സിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൻ്റെ അഡ്രസ്സിലേക്ക് അയച്ചു തരും. പോസ്റ്റ് ഓഫീസ് വഴിയാണ് ഇത് അയച്ചു തരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്കും മറ്റു കാര്യങ്ങളെല്ലാം കൂട്ടി നോക്കാനുള്ള സംവിധാനമുണ്ട്. ഇങ്ങനെയാണ് മൂന്നും നടക്കുന്നത്, ഇതിൻ്റെ ഒരു പ്രൊസീജിയേഴ്സ് നടക്കുന്നത്. ഇനി എങ്ങനെയാണ് ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ നോക്കാം. അതും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റിലെങ്കിലും ഈ വീഡിയോ എനിക്ക് നിർത്തണമെന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇനിയൊരു 3 മിനിറ്റും കൂടി ഉള്ളത്. അതുകൊണ്ട് എങ്ങനെ ഞാൻ വീഡിയോ തീർക്കണം? കാരണം അധികം ഒരു ക്ലാസ് പോലെ എടുത്തു പോകുന്നതിനെ ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളല്ല. കാരണം പറയുന്ന എനിക്കൊരു മടുപ്പുണ്ടാവും, കേൾക്കുന്ന നിങ്ങൾക്കൊരു മടുപ്പുണ്ടാവും. ഇനി ആപ്ലിക്കേഷൻ ഫോം എങ്ങനെ നോക്കാം, ഫില്ല് ചെയ്ത് നോക്കാം. ആപ്ലിക്കേഷൻ ഫോർ റീവാല്യൂഷൻ. ഈ ആദ്യം കാണുന്ന ഡീറ്റെയിൽസ് ഓഫ് ഫീ റിമൈറ്റഡ്, ഇവിടെ നിങ്ങളൊന്നും ചെയ്യാനില്ല. ഒരു സ്റ്റുഡൻറ്റ് ഇവിടെ ഒന്നും ചെയ്യാനില്ല. ഇത് നിങ്ങളുടെ സ്കൂളുകാർ ഫില്ല് ചെയ്യേണ്ടതാണ്. നമ്പർ ആൻഡ് ഡേറ്റ് ഓഫ് ചലാൻ, നെയിം ഓഫ് ട്രഷറി, എമൗണ്ട് റിമൈറ്റഡ്, അതല്ലാതെ നിങ്ങളൊന്നും നോക്കണ്ട. നിങ്ങൾ എന്താ മതി, നിങ്ങൾ അവിടെ വെറുതെ ഇട്ടാൽ മതി. അത് നിങ്ങളുടെ അധ്യാപകർ സ്കൂളിൽ നിന്ന് ഫില്ല് ചെയ്തോളും. നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് ഇവിടെയാണ്. നെയിം ഓഫ് ദ കാൻഡിഡേറ്റ് ഇൻ ബ്ലോക്ക് ലെറ്റേഴ്സ്, അത് ക്യാപിറ്റൽ ലെറ്ററിൽ. നെയിം ഓഫ് ദ കാൻഡിഡേറ്റ്, നിങ്ങളുടെ പേര്, നിങ്ങളുടെ +2 രജിസ്റ്റർ നമ്പർ. ഇവിടെ പ്രത്യേകിച്ചൊന്നും പറയാനില്ലല്ലോ. സ്കൂൾ കോഡ്, ഒരു 5 അക്കമുള്ള സ്കൂൾ കോഡ് ഉണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് ഈ സ്ക്രീനിൽ കാണുന്നത് ഒരു 5 അക്കമുള്ള സ്കൂൾ കോഡ് കാണും. 5, 1, 2, 3, 4, 5 അങ്ങനൊരു സ്കൂൾ കോഡ് കാണും. അത് പിന്നെ നെയിം ഓഫ് സെൻറ്റർ വിച്ച് കാൻഡിഡേറ്റ് ഹു ഹാവ് റോട്ട് ഇൻ എക്സാമിനേഷൻ, അതായത് നിങ്ങൾ പരീക്ഷ എഴുതിയ സ്കൂളിൻ്റെ കോഡ്. എക്സാമ്പിൾ 5 അക്കമുള്ള ഒരു കോഡാണ്, 5 അക്കമുള്ള കോഡാണ് നിങ്ങളുടെ സ്കൂളിൻ്റെ കോഡ്. പിന്നെ ഏത് സ്കൂളിലാണ് നിങ്ങൾ പരീക്ഷ എഴുതി, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ തായ്ന്നൂർ അല്ലെങ്കിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കോടത്ത്. ഞാനിത് 2 സ്കൂളിൻ്റെ പേര് ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾ എവിടെയാണ് നിങ്ങൾ പഠിച്ചത് ആ സ്കൂളിൻ്റെ കോഡും അതിൻ്റെ പേരും അവിടെ എഴുതുക. റവന്യൂ ഡിസ്ട്രിക്റ്റ്, നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് ജില്ല ഏതാണെന്ന് കൊടുക്കുക. സബ്ജക്റ്റ് ആൻഡ് പേപ്പർ ഓഫ് ദ റീവാലുവേഷൻ റിക്വയർഡ്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഇതാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒന്നാമത്തെ വിഷയം നെയിം ഓഫ് ദ പേപ്പർ ഇംഗ്ലീഷ്. അതിനിപ്പം ലഭിച്ച മാർക്ക് എത്രയാണ്? 30, 2, അങ്ങനെ ഓരോ വിഷയത്തിൻ്റെ ഡീറ്റെയിൽസും ഇവിടെ കൃത്യമായി ഫില്ല് ചെയ്ത് കൊടുക്കുക. ഈ അപേക്ഷയുടെ കൂടെ അടുത്ത് ചോദിക്കുന്നത് ഇവിടെ എത്തി. ഓക്കെ, അതൊരു തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ട് അല്ല. ഓക്കെ, മാർക്ക് ലിസ്റ്റിൻ്റെ അടുത്ത് ചോദിക്കുന്നത് വെദർ കോപ്പി ഓഫ് മാർക്ക് ലിസ്റ്റ് എൻക്ലോസ്ഡ്. അവിടെ നിങ്ങളെ മാർക്ക് ലിസ്റ്റിൻ്റെ പകർപ്പ് ചേർക്കുന്നുണ്ടെങ്കിൽ യെസ്, ഇല്ലെങ്കിൽ നോ എന്ന് നൽകുക. വെദർ അപ്ലൈഡ് ഫോർ സ്ക്രൂട്ടണി ഓൾസോ, നിങ്ങൾ റീവാലുവേഷന് പുറമെ സ്ക്രൂട്ടണിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അഡ്രസ് ഓഫ് ദ കാൻഡിഡേറ്റ് ടു വിച്ച് കമ്മ്യൂണിക്കേഷൻ ആർ സെൻഡ് ബൈ ദ ബ്ലോക്ക് ലെറ്റേഴ്സ്, നിങ്ങളുടെ അഡ്രസ്സ്, നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നിങ്ങളുടെ വീടിൻ്റെ അഡ്രസ്സ് സഹിതം ഇവിടെ പിൻ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ പിൻകോഡ് കൊടുക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് ഒരു 6 അക്കമുള്ള നമ്പറാണ് നിങ്ങളുടെ പിൻകോഡ്, അത് നിങ്ങൾ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ പ്ലേസ് ആൻഡ് ഡേറ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. സ്റ്റുഡൻറ്റിൻ്റെ സിഗ്നേച്ചർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യം ചെയ്യുന്നതോടെ വിദ്യാർത്ഥിയുടെ റോൾ കഴിഞ്ഞു. ഇനി പൈസയും കൂടി നിങ്ങളുടെ സ്കൂളിൽ ഏൽപ്പിച്ചാൽ റീവാലുവേഷൻ കഴിഞ്ഞു. ഇനി എന്താണ്? ഇനിയുള്ളത് സ്ക്രൂട്ടണിയാണ്. അത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിങ്ങൾ നോക്കേണ്ടതേ ഇല്ല.
നെയിം ഓഫ് കാൻഡിഡേറ്റ്, രജിസ്റ്റർ നമ്പർ, സ്കൂൾ കോഡ്, സ്കൂൾ നെയിം, ഡിസ്ട്രിക്റ്റ്, എത്ര വിഷയങ്ങളുടെ വിവരങ്ങൾ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ എത്ര വിഷയങ്ങളുടെ വിവരങ്ങൾ അവിടെ എൻ്റർ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഓരോ ബൈ എൻ്റർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എസ് ഓർ നോ എന്ന് എടുക്കുക. നിങ്ങൾ സ്ക്രൂട്ടണിക്ക് പുറമെ റീവാലുവേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ എസ് അല്ലെ നോ. അഡ്രസ്സ്, പിൻകോഡ്, മൊബൈൽ നമ്പർ, പ്ലേസ്, ഡേറ്റ്, നിങ്ങളുടെ സിഗ്നേച്ചർ, ഇത്രയും കാര്യങ്ങളാണ് ഇത്രയും ചെയ്യേണ്ടതുള്ളത്. ഫോട്ടോ കോപ്പിയിലേക്ക് വരുവാണെങ്കിലും ഇതെല്ലാം ഏതാണ്ട് സെയിം ആണ്, ചെറിയ ചില വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് നോക്കണ്ട, ഇവിടെ നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നെയിം ഓഫ് കാൻഡിഡേറ്റ്, രജിസ്റ്റർ നമ്പർ, സ്കൂൾ കോഡ്, സ്കൂൾ നെയിം, ഡിസ്ട്രിക്റ്റ്, എത്ര വിഷയങ്ങൾ ഫോട്ടോ കോപ്പി കൊടുക്കുന്നുള്ള വിവരം കൃത്യമായ രീതിയിൽ എൻ്റർ ചെയ്യുക. അഡ്രസ് ആൻഡ് കാൻഡിഡേറ്റ് വിച്ച് കമ്മ്യൂണിക്കേഷൻ, നിങ്ങളുടെ അഡ്രസ്സ് എഴുതുക, പിൻകോഡ്, മൊബൈൽ നമ്പർ, പ്ലേസ്, ഡേറ്റ്, സ്റ്റുഡൻറ്റ് സിഗ്നേച്ചർ, ഇത്രയും കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. അപ്പോൾ പുതിയ കാണുന്നവരും ഇനി മിസ്കൃത ഫോണ്ട് സ്ക്രേ ഫോർ ദ ഗ്രേഡിംഗ്. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.